അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒരു ഇളം ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് റവ കട്ടയായിട്ട് ഉണ്ടായിട്ട് കിടക്കുന്നില്ലേ, നമ്മൾ തേങ്ങ ഇടുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഉപ്പുമാവ് നല്ല പുട്ടുപോലെ ഇരിക്കും, നല്ല തരിതരിയായിട്ടിരിക്കും, ഉണ്ട കെട്ടാറില്ല തേങ്ങ ഇടുമ്പോൾ. തേങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഇട്ടത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിന്ന് റവ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം, ഒരുമിച്ച് നമ്മൾ തട്ടാൻ പാടില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്ത് കുടഞ്ഞു കൊടുത്താലും മതി. ഇതിപ്പോൾ കറക്റ്റ് വെള്ളമാണ്, കൂടിപ്പോയിട്ടെങ്കിലേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കങ്ങ് റെഡിയാവും. റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. തേങ്ങ ഇടുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. സാധാ ഉപ്പുമാവിനും തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റും കൂടെ വരും ഇതിനകത്ത്.